കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്, ചെറിയൊരു വ്ളോഗായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുറച്ച് പാചകങ്ങളൊക്കെയാണ് കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കാലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ ചെടിയുടെയൊക്കെ അടുത്തൂടെ ഒന്ന് പോയി അപ്പോൾ കുറച്ച് പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നും വെളുപ്പിന് തന്നെയാണ് ഏൽക്കാറ് കേട്ടോ. ഇന്നൊരല്പം താമസിച്ചാണ്, സൺഡേ ആയിട്ട് എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ കുറച്ച് താമസിച്ചാണ് ഏറ്റവും വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരു കട്ടൻ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കട്ടനിട്ട് കുടിച്ച് ഞാൻ രാവിലെ സാധാരണയായിട്ട് വെള്ളം എണീറ്റ് വരുമ്പം തന്നെ വെള്ളം തിളപ്പിച്ച ആറിയാണ് കുടിക്കാറ്. അത് കഴിഞ്ഞ് പാൽ ചായ ഇട്ട് കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് കട്ടനൊക്കെ ഇട്ടാണ് കുടിച്ചത്. അപ്പോൾ കാലത്തെ കാപ്പിക്ക് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലിക്ക് സാധാരണ സാമ്പാറാണ് ഉണ്ടാക്കാറ്, എല്ലാവർക്കും അതാണ് ഇഷ്ടം. പക്ഷെ ഇന്നിപ്പം ഒരുപാട് ജോലി തിരക്കുള്ളതുകൊണ്ട് ഇപ്പോൾ ചിക്കനൊക്കെ കറി വെക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് പാല് കൊണ്ടുവന്നിട്ട് പാൽ ചായ ഇട്ട് കുടിച്ചേ. അപ്പോൾ കാലത്ത് തന്നെ ഈ പാൽ ചായ കുടിച്ചാൽ തന്നെ ഉള്ളൂ ഒരു എനർജി, എല്ലാ ജോലികളും ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ശീലമായിപ്പോയതുകൊണ്ട് അപ്പോൾ അതാ തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് വന്നു, പെട്ടെന്ന് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കാലത്തെ കാപ്പി കുടിക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ അതിലേക്ക് ചമ്മന്തി ഇട്ട് ഒഴിച്ചിട്ട് രാവിലെ കാപ്പി കുടിച്ചു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കോഴീനെ വളർത്തുന്നുണ്ടായിരുന്നു, സാസ ഇനത്തിൽപ്പെട്ട കോഴി. അപ്പോൾ അതിനെ കുറേ എണ്ണത്തിനെയൊക്കെ നമ്മൾ ഇടയ്ക്ക് കറി വെച്ചായിരുന്നു. അപ്പോൾ ഒരെണ്ണം കൂടെ നിൽപ്പുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനെ കറി വെക്കാമെന്ന് വിചാരിച്ചേ. ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നാടൻ ചിക്കൻ ആകുമ്പോഴത്തേക്കും നല്ല വേവുണ്ട്. അപ്പോൾ കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്തിട്ട് ബാക്കി പൊടികളൊക്കെ ചേർക്കാമെന്ന് കരുതി ഒരല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊടിയും കൂടെ തിരുമിയിട്ട് ആണ് കുക്കറിൽ വെച്ച് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് തരാനായിട്ട് ശ്രമിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചിക്കൻ വേവിക്കാൻ വെച്ച ശേഷം കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി പെട്ടെന്ന് തന്നെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി പണി കുറവുണ്ടല്ലേ. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ കാലാവസ്ഥയൊക്കെ എന്തൊരു ചേഞ്ചാണല്ലേ. ഒരു ദിവസം വെയിലാണെങ്കിൽ പിറ്റേ ദിവസം മഴയായിരിക്കും, രാവിലെ വെയിലാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് മഴയായിരിക്കും, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നെന്തായാലും രാവിലെ തെളിച്ചമാണ്, ചെറിയൊരു മഴക്കാറൊക്കെ വയ്ക്കുന്നുണ്ട്. പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ച ശേഷം ഞാൻ ചിക്കൻ വയ്ക്കാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കല്ലിൽ ചതച്ചെടുക്കുന്നുണ്ട്. മിക്കവാറും തന്നെ ഞാൻ ചതച്ചാണ് എടുക്കുന്നത്. അപ്പം അരിഞ്ഞ് ചിലപ്പോഴേ ഇടാറുള്ളൂ. പിന്നെ സവാളയും അരിഞ്ഞെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ചിക്കനകത്ത് കുറച്ച് തക്കാളി ഇട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ച ശേഷം പിന്നെ നമുക്ക് ചിക്കൻ മാത്രം പോരല്ലോ, ചെറിയ എന്തെങ്കിലും ഒരു തോരനും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ക്യാബേജ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര താല്പര്യമാണ് ഈ ക്യാബേജ്. എനിക്കത് അത്ര ഇഷ്ടമല്ല, അതിന് ചെറിയൊരു മക്കുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് എപ്പോഴും ഇഷ്ടം ചീരയാണ് തോരൻ വയ്ക്കാനൊക്കെ. അപ്പോൾ ഇതാ ക്യാബേജ് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടേച്ച് പെട്ടെന്നൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാവേ. ക്യാബേജ് അരിഞ്ഞു. അപ്പോൾ അതിനുള്ള മുളകും ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് സർലാസും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി അതിനുള്ള സവാള മുളകും കൂടെ അരിഞ്ഞ് വെച്ച് എല്ലാം അരിഞ്ഞൊക്കെ വെച്ച ശേഷം പാചകം ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ പിന്നെ ചിക്കൻ വയ്ക്കാനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടുക് വറുത്ത് സവാളയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നാടൻ ചിക്കൻ കറിയൊക്കെ ഇങ്ങനെയാണോ വയ്ക്കുന്നത്? നിങ്ങൾ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അതിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊടികൾ ഞാൻ ചേർക്കുന്നത് ഇതിനകത്ത് ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ്. അതിനിടയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചു വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഇട്ട് മൂത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മളെടുത്ത് വെച്ച പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് കുറച്ച് നേരം സവാളയുടെ കൂടെ ഇട്ട് വഴറ്റണം.
അപ്പോൾ അതിൻ്റെ പച്ചമണം എല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു. അതിനിടയ്ക്ക് പിള്ളേർക്ക് ചിക്കൻ്റെ കാല് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുക്കറിലിട്ട് ഞാൻ അതോടെ വേവിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് മറ്റൊരു ചട്ടിയിലേക്ക് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും തേങ്ങാപ്പാലിലൊക്കെയാണോ ചിക്കൻ കറി വെക്കുന്നത്? ഞാനിതിന് തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ വെന്തപ്പോൾ തന്നെ കുറച്ച് വെള്ളം അതിനകത്തുണ്ടായിരുന്നു. ഇനി ഒരു കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ കൂടി ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് അരപ്പൊക്കെ ആയിട്ട് ഒന്ന് യോജിച്ച് കറിയൊക്കെ ഒന്ന് കുറുകി വരും. പിന്നെ ഇതാ ഞാൻ ക്യാബേജ് തോരൻ വയ്ക്കാൻ പോവുകയാണേ. കടുകൊക്കെ വറുത്തിട്ട് ക്യാബേജ് തേങ്ങ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് കറിയൊക്കെ ഇതാ നന്നായിട്ട് തിളച്ച് പാകത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കറിയെല്ലാം തിളച്ച് അവിടെ എല്ലാം വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് തന്നെ പെട്ടെന്ന് തന്നെ തുടച്ച് മാറ്റുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും മോശമായിട്ട് കിടന്നു കഴിഞ്ഞിട്ട് എനിക്ക് അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതാ എപ്പോഴും ഉണ്ടാകും, എന്ത് ചെയ്താലും പാത്രങ്ങളുണ്ടാകും കഴുകാൻ. പാത്രം കഴുകാണ് ഏറ്റവും മെയിൻ ജോലി എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പാത്രങ്ങളെല്ലാം അതായത് പണി കഴിയുമ്പം തന്നെ കഴുകി വയ്ക്കുകയാണെങ്കിൽ നമുക്കും എല്ലാ ജോലിയും ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാകും. ഇവിടെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ഉച്ചയായപ്പോഴത്തേക്കും നല്ലപ്പോഴേക്കും മഴ, രാവിലെ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഊണൊക്കെ കാലമായി, കറിയൊക്കെ ആയിട്ടുണ്ട്. ഊണ് കഴിക്കാനായിട്ട് പോവാണേ.